ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എൻ്റെ പനിയൊക്കെ മാറി ഞാൻ ഉഷാറായിട്ട് വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. 2-3 ദിവസമൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സൗണ്ട് ഇങ്ങനെയൊന്നല്ലായിരുന്നു. ആകെ സൗണ്ടൊക്കെ അടഞ്ഞ് ജലദോഷം വന്ന് മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയായിരുന്നു. അത് കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ 2-3 ദിവസം വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഇത്തിരി ഉഷാറായിട്ടുണ്ട്. പിന്നെ പുറം വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കമൻറ്റ് ഉണ്ടായിരുന്നു പുറം വേദനയും കഴുത്ത് വേദനയൊക്കെ ഇപ്പോൾ ഫോണിൽ നോക്കിയിരുന്നിട്ടും എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം ചിലപ്പോൾ ശരി തന്നെ ആവും കേട്ടോ. ഫോണിൽ നോക്കിയിരിക്കൽ ഇത്തിരി കൂടുതൽ തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ കുട്ടികളൊക്കെ പോകുമ്പോഴേക്കും പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല. അപ്പോൾ ഇതിൽ നോക്കിയിങ്ങനെ ഇരിക്കും കുറേ നേരം. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഇതിൽ നോക്കിയിട്ടിരിക്കൽ തന്നെ കേട്ടോ പണി. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് തന്നെയാവും ചിലപ്പോൾ പെരടി വേദനയും പുറം വേദനയൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ മാറ്റി പിടിച്ചു പ്ലാനിങ് ഒക്കെ. രാവിലെ തന്നെ നേരത്തെ പണികളൊന്നും കഴിച്ചില്ല. ഇന്ന് കുട്ടികളൊക്കെ പോയതിന് ശേഷമാണ് ഞാനിതാ പണികളൊക്കെ തുടങ്ങിയത് കേട്ടോ. രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കുട്ടികളെ പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പണികളൊക്കെ പിള്ളേരനൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ചായ കുടിച്ച പാത്രങ്ങളും ഉണ്ടാക്കിയ പാത്രങ്ങളും ചോറ് തിളപ്പിച്ച പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം വേഗം കഴുകി എടുത്ത് വെക്കുകയാണ്. പിന്നെ 2 മീനുള്ളോട്ട് നമുക്ക് നന്നാക്കാൻ. അത് പിന്നെ കാരണം കുഴപ്പമില്ല, കുറേ മീനൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഇരിക്കുക. പനി മാറിക്കഴിഞ്ഞാലും നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ മീനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അപ്പുറത്തെ വീട്ടിലത്തെ താത്ത 2 മീനൊക്കെ തന്നതാണ്. അപ്പോൾ മീനൊക്കെ നന്നാക്കാണ്ട് ചോറ് വയ്ക്കാണ്ട് കൂട്ടാനൊക്കെ വയ്ക്കാണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്കാണ് പോവാം. ഉള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിധമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ വെള്ളമാവട്ടാണ്, വെള്ളം ഒറ്റി പോവാറുണ്ട്. അപ്പം ഞാനപ്പോൾ കൈയോടെ തന്നെ തുടച്ചിടും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കറി വയ്ക്കാം. ചോറിന് ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് അരിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇന്ന് കറി എന്താ വെക്കുന്നത് വെച്ചെങ്കിൽ പടവലങ്ങയും പരിപ്പും ഇരുമ്പാമ്പിലൊക്കെ കൂടി ഇട്ടിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പരിപ്പ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ പരിപ്പും എന്താ പറയുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആ ഒരു അലമാര പോലെ ഉണ്ടല്ലോ അതിലാണ് വെക്കുക. അപ്പോൾ പിന്നെ നമുക്ക് മറ്റേ പ്രാണികളോ പല്ലികളോ അങ്ങനെയൊന്നും അതിൻ്റെ ഉള്ളിൽ കിടക്കില്ല കേട്ടോ. അതൊരു നല്ലൊരു സംഭവമാണ്. എനിക്ക് ഈ ഭാഗത്ത് തന്നെ എൻ്റെ ഗ്യാസും കൊണ്ടുവന്ന് വെക്കാൻ ആഗ്രഹമുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ടല്ലോ, പൈപ്പും വെള്ളവും ഒക്കെ ഇവിടെ തന്നെയല്ലേ, പാത്രങ്ങളും ഒക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇനി എങ്ങനെയെങ്കിലും ഒരു മേശ സംഘടിപ്പിച്ചിട്ട് എൻ്റെ ഗ്യാസിനും കൂടി ഈ സൈഡിലേക്ക് വെക്കണം എന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. മേശ കിട്ടിയിട്ടില്ല, ഒരു മേശ എവിടെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കണം. അങ്ങനെ ഇതാ ചോറ് കണ്ട ഗ്യാസിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ചോറ് ഇപ്പോൾ അടുപ്പത്ത് വയ്ക്കണില്ല, വിറക് ഒട്ടുമില്ല കേട്ടോ. ഒരു കൊള്ളി വിറക് പോലും ഇല്ല. വിറകൊക്കെ മേടിക്കണം. ഇനി വിറക് വണ്ടിയൊക്കെ വരാറുണ്ട് കേട്ടോ, നമ്മൾ മേടിക്കാണ്ടാണ്. അപ്പോൾ വിറകൊക്കെ മേടിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ അടക്കി വെക്കണം. അപ്പോൾ ഇതാ പരിപ്പിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്തായാലും ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. പരിപ്പ് ചോറൊക്കെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് റൈസ് കുക്കറിലേക്ക് മാറ്റണം. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് തിളക്കട്ടെ വിചാരിച്ചു ഞാൻ. ചോറ് ഇത്തിരി വേവ് കൂടുതലുള്ള ചോറാട്ടോ. അപ്പോൾ 2 അയില തന്നെ ഉള്ളൂ കേട്ടോ. എനിക്ക് അപ്പുറത്തെ വീട്ടിലത്തെ താത്ത തന്നതാണ്. കറി വയ്ക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പരിപ്പ് കറിയാണ് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വറുത്തോ പറഞ്ഞിട്ട് തന്നതാട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതൊരു 2 എണ്ണമായാലും നമുക്ക് 4 കഷ്ണം ഉണ്ടാവുമല്ലോ. ഞാനും മക്കളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വേഗം നന്നാക്കി എടുക്കുകയാണ്. എന്നിട്ട് നമുക്കിനി ഇത് കായം പുരട്ടി വെക്കണം കേട്ടോ. അപ്പോൾ പനിയായി കിടക്കുമ്പോൾ എന്തായാലും മക്കൾ നന്നായിട്ട് സഹായിച്ചു കേട്ടോ. കുഞ്ഞ് നല്ല സഹായമായിരുന്നു. ഇപ്പോൾ 2 ദിവസം നല്ല റെസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ എനിക്ക്. ശനി ഞായറും ഇവർക്ക് മുടക്കല്ലായിരുന്നു. അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഞാൻ തീരെ കിടപ്പ് തന്നെയായിരുന്നു. അപ്പോൾ കുഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടൊക്കെ നന്നായിട്ട് സഹായിച്ചു. കുഞ്ഞ് മാത്രമല്ല കേട്ടോ, 3 ആളും നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായി റെസ്റ്റ് എടുക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് 2 ദിവസം കിടക്കേണ്ടി വന്നുള്ളൂ. പിന്നെ ഡോക്ടറെ അടുത്തേക്കൊന്നും പോയില്ല കേട്ടോ. ഡോക്ടറെ അടുത്തേക്കൊക്കെ പോയില്ലേ ചോദിച്ചിട്ട് കമൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറെ അടുത്തേക്കൊന്നും പോയില്ല. അത് ജലദോഷപ്പനിയാണ്. എനിക്ക് ജലദോഷം അങ്ങനെ വരാറേ ഇല്ല. എനിക്ക് ആ വാക്സിൻ എടുത്തതിന് ശേഷം അങ്ങനെ ജലദോഷമൊന്നും വന്നിട്ടില്ല. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം, വർഷങ്ങൾ തന്നെ പറയാം, വർഷങ്ങൾക്ക് ശേഷം 1-1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ജലദോഷമൊക്കെ വന്നിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് വന്നത്. എന്നാൽ പിന്നെ നന്നായി കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനൊന്നുമല്ല. ശരിക്കും ജലദോഷം വരികയാണെങ്കിൽ 2-3-4 ദിവസം ഒരാഴ്ചയിൽ മേലൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ആദ്യമൊക്കെ കേട്ടോ, വാക്സിൻ എടുക്കുന്നേക്കാളും മുന്നൊക്കെ. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ എല്ലാം മാറി തന്നെ. പക്ഷെ പുറം വേദന മാറുന്നില്ല കേട്ടോ. പുറത്ത് ഇങ്ങനെ നീരൊക്കെ ഉണ്ട്. നീർക്കെട്ടാവുന്ന സാധ്യത. ഇനി എന്തായാലും ഡോക്ടറെ കാണണം. തൈറോയ്ഡൊക്കെ ടെസ്റ്റ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഡോക്ടറെ കാണുമ്പോൾ വേണം പുറം വേദനയുടെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും മീനൊന്ന് കായം പുരട്ടി വയ്ക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ട് എല്ലാം തേച്ച് നമുക്കങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ. നമ്മൾ ചോറും കറിയൊക്കെ ആയതിന് ശേഷം ലാസ്റ്റല്ലേ മീൻ വറുക്കുള്ളൂ. അപ്പോൾ അതുവരെ അത് ഫ്രിഡ്ജിലിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് റൈസ് കുക്കറിൽ ചോറ് വേവെല്ലാം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് കുക്കറിൽ അത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് അത് മൂടി അവിടെ വയ്ക്കാം കേട്ടോ. നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടില്ല, നമുക്ക് അകത്തിരുന്ന് അരിയാം കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം ഒരു പടവലങ്ങ തന്നെ ഉണ്ടായിരുന്നു, ഒരു കഷ്ണം അല്ല ചെറിയൊരു പടവലങ്ങ ഉണ്ടായിരുന്നു. അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പടവലങ്ങയിൽ ഇരുമ്പുള്ളിയൊക്കെ ഇട്ടിട്ട് വെക്കുന്നത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും ഇതുപോലെ വെച്ച് നോക്കി നോക്കിട്ടോ, നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ പടവലങ്ങ നമ്മൾ എന്തായാലും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടല്ല അരിയുക. പിന്നെ ഇരുമ്പുള്ളിക്ക് വീട്ടിൽ തോനുണ്ടായിട്ടുണ്ട് അവിടെ തറവാട്ടിൽ കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞാൻ ഇന്നലെ പോയിട്ട് പൊട്ടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ കുറച്ചിട്ടിട്ട് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് അച്ചാറാക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പടവലങ്ങയൊക്കെ ഇതുപോലെ അരിയുക. പടവലങ്ങ നമ്മൾ കറി വയ്ക്കുമ്പോൾ ഇതുപോലെയാണല്ലോ അരിയുക, നല്ല ചെറുതാക്കിയിട്ട് അരിയും. ഓരോ കഷ്ണത്തിനും ഓരോ കറിക്കും ഓരോ പച്ചക്കറി അരിയണയിൽ വ്യത്യാസം ഉണ്ടല്ലേ. ഇതൊക്കെ ആരെ കണ്ടുപിടിച്ചോ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ളതൊക്കെ. എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ തക്കാളി മുറിച്ചപ്പോൾ നല്ല തക്കാളി ആയിരുന്നു കേട്ടോ, നല്ല പഴുത്ത തക്കാളി ആയിരുന്നു. ഒരു കേടും പുറത്തേക്ക് കാണാനില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നല്ല എന്നെക്കാളും വലുപ്പമുള്ള 2 പുഴു ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് നീളത്തിലുള്ള പുഴുവായിരുന്നു വെച്ചിട്ടാ, നോക്കാതെ ടേസ്റ്റിങ്ങിയപ്പോൾ ആകെ പണി കിട്ടിയായിരുന്നു. നല്ല പോഷകാഹാരം കിട്ടിയായിരുന്നു നമുക്ക്. അങ്ങനെ നമ്മളിതാ വേറൊരു തക്കാളിയും കൂടി മുറിച്ചിട്ടിട്ടുണ്ട്. ആ തക്കാളി കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ ഇരുമ്പാമ്പുളിയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്, നീളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പരിപ്പ് വെന്തുണ്ട് കേട്ടോ. അപ്പോൾ വാഷർ ഇതാ ഊരി പോന്നിട്ടുണ്ടായിരുന്നു. പരിപ്പൊക്കെ വെന്ത് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേവ് ഇത്തിരി കൂടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തു. പച്ചക്കറിയൊക്കെ ഇട്ടതിന് ശേഷം പാകത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. പാകത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട്, മുളക് പൊടി ഞാൻ ഒന്നിച്ചിട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒന്നിച്ചിട്ട് പിന്നെ ഉണ്ട് നമ്മുടെ അലമാരയിൽ ഇരിക്കുന്നുണ്ട് മുളക് പൊടി. അലമാര പറഞ്ഞാൽ നമ്മൾ തുണികളൊക്കെ അലമാരല്ല കേട്ടോ, നേരത്തെ പരിപ്പ് എടുത്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ ഉണ്ട്. അപ്പം ഇനി ഇതിൽ ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം. അപ്പോൾ ഇതാ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ അടുപ്പത്ത് ഒരു വിസിൽ വരുത്തുന്ന വരെ വെച്ച് കൊടുത്തു കേട്ടോ. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് തേങ്ങ അരച്ചിട്ട് ചേർക്കുക വേണ്ട. സിമ്പിളായിട്ടുള്ള കറിയാണ്, നല്ല ടേസ്റ്റും കേട്ടോ. ഇരുമ്പാമ്പുളി പരിപ്പും കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുമ്പാമ്പുളിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് വെച്ച് നോക്കി നോക്കിട്ടോ. അങ്ങനെ നമുക്കിതാ ഇനി കറിക്ക് വേണ്ട തേങ്ങ ചിരകാം. അപ്പോൾ ചിരവൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസമായി. തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പോൾ തേങ്ങ ഒന്നും കിട്ടാനില്ല, പൈസ കൊടുത്താൽ പോലും കിട്ടാനില്ല കേട്ടോ. തേങ്ങ ഒന്നും നമ്മുടെ ഇവിടെ ഒന്നും കിട്ടാനില്ല. കിട്ടാണ്ടെങ്കിലും നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും വാങ്ങിക്കാനും പറ്റില്ല, അത്രയും വിലയാണ് കേട്ടോ. ഇപ്പോൾ ശബരിമല സീസണൊക്കെ അല്ലേ, അത് കാരണം തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വില, വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയൊക്കെ ആയില്ലേ. എല്ലാത്തിനും വില ഉണ്ട്, പക്ഷെ ഇതിനൊക്കെ ഒത്തിരി ഓവറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു മുറിയായിരുന്നു കേട്ടോ. അത് മുഴുവനായിട്ട് ചിരകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നാളെയും കറി വെക്കേണ്ടി വരില്ല കേട്ടോ. ഇന്നത്തെ ഈ ഒരു കറി തന്നെ ഉണ്ടാവും, 2 ദിവസത്തേക്കായിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കുന്നത് കേട്ടോ, ഇത്തിരി കൂടുതലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ തേങ്ങ അരക്കിലൊക്കെ അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തായാലും കറിയിൽ ഞാൻ തേങ്ങ ഒഴിക്കണ ഭാഗം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പത്തിനൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കറി തിളച്ചപ്പോൾ വെന്തതിന് ശേഷം അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കേട്ടോ. ഇനി നമുക്കത് കടുക് വറുക്കാം. എണ്ണ ചീഞ്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, താളിച്ചെടുക്കുക. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറി. ഒരു ഉണക്കമീൻ വറുത്തതോ ഒരു പച്ചമീൻ വറുത്തതോ ഒരു കൊണ്ടാട്ടമുളകോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്, സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി ഇതേ ചട്ടിയിൽ തന്നെ നമ്മുടെ അച്ചാറൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇരുമ്പാമ്പുളി ഞാൻ ഇന്നലെ തന്നെ തലേദിവസം തന്നെ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ലോണം ഉപ്പ് പിടിച്ചിട്ട് കളറൊക്കെ മാറിയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് അച്ചാറാക്കാം. കുട്ടികളിപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ റൂബിക്ക് ഉപ്പിലിട്ടതോ നെല്ലിക്ക ഉപ്പിലിട്ടതോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി കൊണ്ടുപോകില്ലേ. നെല്ലിക്കൊക്കെ കഴിഞ്ഞു, റൂബിക്ക് ഇരിക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലത്തെ താത്ത തന്നത് തന്നെയാണ് കേട്ടോ റൂബിക്കായ. അയൽവക്കം ഉള്ള കാരണം നമുക്ക് നല്ല സുഖം കേട്ടോ. അപ്പോൾ ഇതാ ചട്ടിയിൽ എണ്ണ കേട്ടോ, നല്ലെണ്ണ എണ്ണ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറണം കേട്ടോ. പച്ചമണം മാറണ വരെ ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കുക. സിമ്പിളായിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അച്ചാർ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഉള്ള കാരണം അച്ചാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട്
2-2.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി തന്നെ കേട്ടോ. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം ഞാൻ ഇട്ടില്ല. പിന്നെ അച്ചാർ പൊടിയിൽ പിന്നെ അതെല്ലാം ഉണ്ടല്ലോ, അത് കാരണം പിന്നെ ഉലുവ പൊടിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് അച്ചാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുക. ലേശം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഇരുമ്പുളി ആയ കാരണം നല്ല പുളിരസമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 1-2 ടീസ്പൂണോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ സുർക്ക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്നുമില്ല, നമ്മുടെ ഇരുമ്പുളി വട്ടത്തിൽ മുറിച്ചിട്ട് ഉപ്പിട്ട് വെച്ച സംഭവം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇരുമ്പുളി ആയ കാരണം അതിൽ തന്നെ വെള്ളം ഊറി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുമ്പുളി അച്ചാറും റെഡി ആയിട്ടുണ്ട്. ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇരുമ്പുളിയൊക്കെ ഇടുന്നതും ഒക്കെ ഇട്ടേക്കുന്നത്. എണ്ണ നന്നായി ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ തന്നെ തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിനി മീൻ വറക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങൾ നമ്മളിപ്പോൾ കറി വെച്ചതും തേങ്ങ അരച്ച മിക്സിയുടെ ജാറും ഒക്കെ ഉണ്ടാവും കഴുകാൻ. അതൊക്കെ ഒന്ന് കഴുകി വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.